തനിയേ ഏങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 ഹരിപ്രസാദ് നന്ദിനിയുടെ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുന്നു. കാർത്തിക നൽകിയ ഒരു ഗ്ലാസ് പാലുമായി നന്ദന മണിയറയിലേക്ക്. ആദ്യ രാത്രിയിൽ നവവധു പാൽ ഗ്ലാസുമായി വരുന്ന പഴഞ്ചൻ ആചാരങ്ങളോട് താല്പര്യമില്ലെന്ന് പറയുന്ന ഉദയവർമ്മ. വേലക്കാരി അംബികയോട് നന്ദനയുടെ കുറ്റം പറയുന്ന കാർത്തിക. കുളി കഴിഞ്ഞെത്തുന്ന നന്ദനയെ പുകഴ്ത്തി പറയുന്ന വസുന്ധര. ഉദയവർമ്മയ്ക്കുള്ള ചായയുമായി നന്ദന ഉദയന്റെ മുറിയിലേക്ക്. ഇനി തുടർന്ന് കാണുക. ചായ ചൂട് കൂടുതലാന്ന് തോന്നുന്നു. അതിലെന്താ പൊടി ഉണ്ടായിരുന്നു? അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. ഏയ് അതൊന്നും സാരമുള്ള കാര്യമല്ല. നല്ല ചായ താനുണ്ടാക്കിയതാണെന്ന് ചോദിക്കുന്നതാണ് പതിവ്. പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. പതിവുകൾ തെറ്റിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല. ഈ ചായ നന്ദന ഉണ്ടാക്കിയല്ലാന്നറിയാം. അത്ര നന്നായിട്ടുമില്ല. പതിവ് ചായ പതിവ് രുചി. ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ ചായ ഇട്ട് കഴിഞ്ഞിരുന്നു. ഹേ ഇറ്റ്സ് ഓക്കെ. നന്ദന ചായ ഇടണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ അപ്പോഴേ ഞാൻ രാവിലെ പുറത്തേക്കൊന്ന് ഇറങ്ങും. ഇന്ന് പ്രോഗ്രാമുള്ള ദിവസാ. പ്രോഗ്രാമോ? അതെ, നാടകം. ഇവിടെയല്ല, എറണാകുളത്ത് ടൗൺ ഹാളിലാ. നേരത്തെ പോയിട്ട് കുറേ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ അമ്മയോട് ഞാനിന്ന് പോകുന്ന കാര്യം പറയാൻ നിൽക്കുന്നില്ല. പറഞ്ഞാലുടൻ ചോദ്യങ്ങളാവും. എന്താ എന്തിനാന്നൊക്കെ. എനിക്കാണെങ്കിൽ പോയേ പറ്റൂ. അതുകൊണ്ട് നന്ദന എന്ത് ചെയ്യണമെന്നറിയോ? ഇല്ല, എന്താ വേണ്ടത്? അമ്മ വിളിച്ച് ചോദിക്കും, താൻ സമ്മതിച്ചിട്ടാണോ ഞാൻ എറണാകുളത്ത് പോകുന്നതെന്ന്. സമ്മതിച്ചിട്ടാണെന്ന് പറയണം. എന്താ അമ്മയോട് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ പല കാര്യങ്ങളിലും ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടിവരും. ആർക്കും ദോഷമില്ലാത്ത ചില വിട്ടുവീഴ്ചകൾ. ആർക്കുമെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും. നന്ദനയുടെ ആവശ്യങ്ങൾക്കും എന്നിൽ നിന്നും ഇങ്ങനെയുള്ള കോംപ്രമൈസുകൾ പ്രതീക്ഷിക്കാം. ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഉദയാ, നീ എങ്ങോട്ടാ വണ്ടിയുടെ ചാവി എടുത്തോണ്ട് രാവിലെ? നന്ദനം വരുന്നുണ്ടോ? രണ്ടുപേരും കൂടി പുറത്തെവിടെയെങ്കിലും പോവാണോ? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ ഒന്ന് പോകണം, എറണാകുളത്തേക്ക്. ഇന്നൊരു ഡ്രാമയുണ്ട്. ഇന്നോ? നീ എന്താ കളി പറയാണോ ഉദയാ? നേരത്തെ ഫിക്സ് ചെയ്ത പ്രോഗ്രാമാണമ്മേ. ഇന്നലെ കല്യാണമായിട്ട് ഇന്ന് നാടക പരിപാടി. കല്യാണം നേരത്തെ ഫിക്സ് ചെയ്തതല്ലേ? നീ ഇന്ന് ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. എനിക്ക് പോയേ പറ്റൂ അമ്മേ. നീ ആ നാടകക്കാരുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ, ഞാൻ വിളിച്ചു പറയാം അവരോട്. അതൊന്നും വേണ്ട.
എന്താ അമ്മേ? എന്താ? കല്യാണ പിറ്റേന്ന് നേരം വെളുത്ത ഉടനെ ഇവ നാടകം നടത്താൻ പോവാണെന്ന്. ഏത് കാര്യത്തിൽ ഒരു മര്യാദയില്ലേ? ആ കുട്ടി എന്ത് വിചാരിക്കും? കെട്ടിയ പെണ്ണിനെ തനിച്ചാക്കിയിട്ട് ഒരിടത്തും പോവണ്ട നീ. തന്നിഷ്ടത്തിന് ഇത്രയും കാലം സഞ്ചരിച്ചതല്ലേ നീ? ഇനി ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചുള്ള യാത്ര മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നന്ദനം കൂടെ കൊണ്ടുപോ എറണാകുളത്തിന്. അയ്യോ, നാടക സ്ഥലത്തോ? എന്താ കുഴപ്പം? ഭാര്യ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലമാണോ അത്? ഞാൻ വിളിക്കാലോ നന്ദനെ. വേണ്ട, നന്ദനയോട് ഞാൻ ഇതേപ്പറ്റി ചോദിച്ചതാ. അയാൾക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. അത് ഉദയേട്ടൻ വെറുതെ പറയുന്നേ അമ്മേ. ഞാൻ കള്ളം പറയുന്നതല്ല, നന്ദന സമ്മതിച്ചാ. ദേ, നന്ദന വരുന്നു, അമ്മ എന്നെ ചോദിച്ചോളൂ. നന്ദനെ, ദൈവൻ എന്നോട് പറഞ്ഞിരുന്നമ്മേ. ചിലപ്പോ പേരിനോ മറ്റോ പറഞ്ഞു കാണും, പക്ഷെ നീ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഞാൻ സമ്മതിച്ചു. അത്യാവശ്യമായതുകൊണ്ടല്ലേ. പോയിക്കോട്ടമ്മേ. ആ, അപ്പൊ ശരി. ഓക്കെ ഓക്കെ. എടാ, ആ ജയരാജ്, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ വരുമ്പോഴേക്കും ആ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യണം. ആ സൗണ്ട് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കണം. അത് ഞാൻ എത്തിയിട്ട് നോക്കാം. ശരി, ഞാൻ ഉടനെ എത്താം. ഓക്കെ. കണ്ടോണ്ട് നിൽക്കാതെ ഇറങ്ങി വാ മനുഷ്യ. പുറത്താരെയും കാണുന്നില്ലല്ലോ ചന്ദ്ര. അതിനല്ലേ കോളിംഗ് ബെല്ല് വെച്ചിരിക്കുന്നേ. ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ഓ, ഈ തുണിക്കട നടത്തുന്ന മനീഷിന്റെ വീട് ഇത് തന്നെയല്ലേ? അതെ, ഞങ്ങൾ കടയിൽ നോക്കി വെച്ച് വരുവാ. അപ്പൊ അടച്ചിരിക്കുന്നു. മനീഷ് എവിടെ? അല്ല, അത് എന്തിനാ നിങ്ങൾ മനീഷിനെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞില്ല. നിങ്ങളാരെ എനിക്കങ്ങോട്ട് പരിചയമില്ല. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എന്റെ പേര് സോമൻ, ഇത് ഭാര്യ ചന്ദ്രിക. ഞങ്ങൾ ഈ നാട്ടിലുള്ളവർ തന്നെയാ, കുറച്ച് മാറിയാ താമസമെന്നുള്ളൂ. മനീഷിനെ ഞങ്ങളെ അറിയാം. നീ അവനെ വിളിച്ചേ. മനീഷേട്ടാ, ദാ അമ്മ വിളിക്കുന്നു. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് കേട്ടു. അപ്പൊ സ്വന്തം വീട് എവിടെയാ? കുറച്ചപ്പുറത്താ. ആ, എവിടെയെങ്കിലും താമസിച്ചാ പോരെ? ആര് പറഞ്ഞു? സ്വന്തമായിട്ടൊരു കൂരയുണ്ടെങ്കിലേ അതിന്റെ സമാധാനം ഒന്ന് വേറെയാ, അല്ലേ ചേച്ചി? എന്താ അമ്മേ? നിന്നെ അന്വേഷിച്ച് അവര് വന്നിരിക്കുന്നത്. ആരൊക്കെയാടാ ഇത്? അത് പിന്നെ അമ്മേ, ചോദിച്ചത് കേട്ടില്ലേ ആരൊക്കെയാ ഇതെന്ന്? അതെ, എല്ലാരും കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരായിരുന്നോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചാ പിന്നെ എങ്ങനെയാ വിളിച്ചാ കിട്ടുന്നേ? അല്ലെങ്കിലും നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾക്കേ നേരിട്ട് വരിക തന്നെ വേണം. മനീഷ് ഇതുവരെ വീട്ടിൽ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ ഞാൻ പറയാം. ദേ, ഞങ്ങളുടെ മോളല്ല ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി കാണുമല്ലോ.
നിവർത്തിയില്ലാഞ്ഞിട്ടല്ല. വാടകയ്ക്കാണെങ്കിലും ഓട്ടോ ഓടിച്ച് സോമേട്ടൻ വീട് നോക്കുന്നുണ്ട്. പിന്നൊരു തൊഴിലാണല്ലോ എന്ന് കരുതിയാ ലൈലയെ മനീഷിന്റെ കടയിലേക്ക് വിട്ടത്. പിന്നെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയണ്ടല്ലോ. മനീഷേ, എന്താടാ ഇത്? ആ പെണ്ണുമായിട്ടുള്ള എല്ലാ ഇടപാടുകളെ അവസാനിപ്പിച്ചെന്നാണല്ലോ നീ പറഞ്ഞേ. പിന്നെ എന്തേ കാണുന്നൊക്കെ? എല്ലാ ഇടപാടും അവസാനിപ്പിച്ചെന്നോ? അതെങ്ങനെ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ കേട്ടില്ലേ അവരീ പറയുന്നേ? മനീഷ പറയട്ടെ. വാ തുറന്ന് പറയടാ. വഴിയെ പോകുന്നവര് ഈ മുറ്റത്ത് കയറി അതും ഇതും പറയുന്നൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല. വഴിയെ പോകുന്നവരോ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ നിൽക്കുന്ന നിങ്ങളുടെ മോന്റെ ബന്ധുക്കളാ ഞങ്ങള്. ബന്ധുക്കളോ? അതെങ്ങനെ? മകന്റെ ഭാര്യയുടെ തന്തയും തള്ളയും ബന്ധുക്കളല്ലാതെ പിന്നെ ആരാ? അതിന് മനീഷ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങളോരോ കള്ളക്കഥയും കൊണ്ട് വരല്ലേ. നിങ്ങൾ ഇത് തന്നെ പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ നാട്ടുകാരെയും കൂട്ടി വന്നത്. ഞങ്ങൾ ഇടപെട്ടാണ് ലൈലയെ മനീഷിനെ കൊണ്ട് കെട്ടിച്ചത്. ഡാ, ഈ പറയുന്നതിൽ സത്യമുണ്ടോ? അമ്മ അത് കൂടുതലൊന്നും കേൾക്കണ്ട എനിക്ക്. നീ ഇവരുടെ മോളെ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് പറയുന്നത് സത്യമാണോന്ന്? അമ്മേ, ഞാന് പറയാൻ എന്താ ഒരു മടി? പ്രേമിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഉത്സാഹമായിരുന്നല്ലോ. മനീഷ നിന്നോട് ഈ ചോദിക്കുന്നത്. അമ്മേ, ഞാൻ ആ പെണ്ണിന്റെ കഴുത്തി മാലയിട്ടെന്നുള്ള ശരിയാ. പക്ഷേ താലിയൊന്നും കെട്ടിയിട്ടില്ല. എടാ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോവാം. നിന്നോട് ആര് പറഞ്ഞു ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ? പറഞ്ഞിട്ട് ഇറങ്ങിയാ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അച്ഛാ, നമുക്ക് പോവാ അച്ഛാ. അങ്ങനെ പോകുന്നത് എങ്ങനെയാ ശരിയാവുന്നേ? അല്ലെങ്കിൽ നിന്നെ അറിയില്ല എന്ന് മനീഷ് പറയട്ടെ. ആ നിമിഷം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ആ, അത് ന്യായം. മനീഷേ, ഈ നിൽക്കുന്ന കൊച്ചിനെ നിനക്ക് പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ തുറന്നു പറ മനീഷേ. അതിനവൻ ഇത്തിരി പൊളിക്കും. ദേ ചേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വലിയ പണവും പത്രാസും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ മാനാഭിമാനം ഉള്ളവരാ. KR കോളനി വന്ന് അന്വേഷിച്ച ഈ ചന്ദ്രിക എങ്ങനെ ജീവിക്കുന്നെന്ന് അവര് പറഞ്ഞു തരും. നിങ്ങളുടെ മോന്റെ കടയിൽ ജോലിക്ക് ചെന്നു എന്നൊരു തെറ്റേ എന്റെ മോള് ചെയ്തുള്ളൂ. അതിന് മനീഷ് ചെയ്തത് എന്താണെന്നറിയോ? കല്യാണം കഴിക്കാന്നും പറഞ്ഞ് മറ്റെല്ലാ കാര്യങ്ങളും അങ്ങ് കഴിച്ചു. ഇവളൊരു പൊട്ടിയാ. എല്ലാം മറന്നങ്ങ് സ്നേഹിച്ചു. വലിയ കടമുതലാളിയല്ലേ? സന്ധ്യ മയക്കത്തിന് ഇവൻ വീട്ടിൽ വരുന്ന കാര്യം നാട്ടുകാർ കണ്ടുപിടിച്ചപ്പോഴാ ഞാൻ പോലും അറിയുന്നത്. അതോടെ എല്ലാം പ്രശ്നമായി. പിറ്റേന്ന് തന്നെ അമ്പലത്തിൽ ചെന്ന് മാല ഇടിച്ചു. 4-5 ദിവസം ഞങ്ങളുടെ വീട്ടിലായിരുന്നു നിങ്ങളുടെ മോൻ. 3 നേരം ശാപ്പാട് പഠിച്ചിട്ട് സുഖമായിട്ടങ്ങ് പുറത്തു. ആരോടും പറയാതെ എന്നിട്ട് ഇറങ്ങി ഇങ്ങ് പോന്നു. എങ്ങനുണ്ട് ചേച്ചി? ഒരു അമ്മയല്ലേ, എങ്ങനുണ്ടെന്നൊന്ന് പറഞ്ഞേ. മനീഷ എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടിന്ന് അതിങ്ങ് എടുത്തേ ചേട്ടാ. വാങ്ങിച്ചോടി. അത്യാവശ്യം വേണ്ടുന്ന തുണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേരെ വിളിച്ചുകൂട്ടി മിന്നുകെട്ട് നടത്തണമെന്നൊക്കെ പിന്നത്തെ തീരുമാനിക്കാം. ഇവരെന്തായാലും ഭാര്യാഭർത്തക്കന്മാരായി ജീവിച്ചു. ആ സ്ഥിതിക്ക് ഇവളിനി ഇവിടെ നിൽക്കണ്ടേ. ഇവളെ ഇവിടെ ഏൽപ്പിക്കാനാ ഞങ്ങൾ വന്നത്. അല്ലാതെ വേറെ വഴിയില്ല. ഇനി വേറൊരു ജീവിതം കിട്ടില്ലല്ലോ എൻ്റെ കൊച്ചിന്. നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് വരുന്നുണ്ടോ ചേച്ചി? വേണ്ടെങ്കി വേണ്ട, അതിലൊരു കാര്യമില്ല. മോളെ ഇത് പിടി, വലതുകാല് വെച്ച് അകത്തോട്ട് കയറ്.
ചെല്ല്. മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് വേണ്ട മോളെ. മോളകത്തേക്ക് ചെല്ല്. ചെല്ല് മോളെ, ചെല്ല്. ചേച്ചിയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. ഞാനും അമ്മയാ, നിങ്ങളും അമ്മയാ. പക്ഷേ ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയാ. ചെറിയ തോതിലാണെങ്കിലും ഒരു ചടങ്ങ് നടത്തി പെൺമക്കളെ കല്യാണം കഴിച്ച് അയപ്പിക്കണമെന്നേ ഏതൊരമ്മ ആഗ്രഹിക്കും. ഇത് പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. അത്രേ ഓർത്താ മതി. ഞാൻ പോവാണേ. ഇപ്പോഴേ മുറി കണ്ട മനുഷ്യര് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നും. പുസ്തകങ്ങളും മാസികയും അടുക്കി പെറുക്കി വെക്കാനേ എനിക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. സകല സാധനങ്ങളും വാരി വലിച്ചിടൂ ഉദയൻ. ജോലിക്കാരി ഈ മുറി കയറും തന്നെ അവനൊട്ടും ഇഷ്ടവുമല്ല. അല്ല എന്ന് കരുതി നന്ദനെ എന്നിവിടെ അടിച്ചു വരണമെന്നില്ല. അംബികയെ കൊണ്ട് ചെയ്യിച്ചാ മതി. പക്ഷേ മോളുടെ മേൽനോട്ടം ഉണ്ടാവണം. ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇടപെടുന്നില്ല. അതെ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ശരിക്കും മോളോട് ചോദിച്ചിട്ടാണോ ഉദയൻ നാടകത്തിന് പോയത്? അതോ എന്റെ മുമ്പിൽ അവന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി നന്ദനെ അങ്ങനെ പറഞ്ഞതാണോ? ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ഒരു ധാരണയുണ്ടായിരിക്കണം. പരസ്പര വിശ്വാസം വേണം. അതാണ് കുടുംബജീവിതത്തിന്റെ വിജയം. അതേസമയം ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങൾക്കും നേരെ ഭാര്യ കണ്ണടച്ചു കൊടുക്കരുത്. അതാ ഞാൻ ഉദയം പോയതിനെ പറ്റി ചോദിച്ചത്. എന്നോട് പറഞ്ഞിട്ട് അമ്മ പോയത്. ഞാൻ കള്ളം പറയുന്നതല്ല. മോളെ, ഒരു യാത്ര തീരുമാനിച്ചിട്ട് പുറപ്പെടാൻ നേരം പറയുന്നതും അതിനു മുമ്പ് അതിനെപ്പറ്റി ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അരുതെന്ന് ഞാൻ പറഞ്ഞാലും പോവെന്ന് എനിക്ക് തോന്നി. അപ്പൊ പിന്നെ പോണ്ടെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇപ്പൊ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരൊറ്റ ദിവസം കൊണ്ട് നന്ദന ഉദയനെ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. തന്റെ പുരുഷൻ എന്താണ് അയാളുടെ രീതികൾ, സ്വഭാവത്തിലെ നന്മതിന്മകൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഭാര്യയാണ്. ആ അറിവുകളില്ലാത്തതാണ് പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദയന്റെ സ്വഭാവം. മറ്റുള്ളവര് അവന്റെ അഭിപ്രായം സ്വീകരിക്കണമെന്ന് അവന് യാതൊരു നിർബന്ധവുമില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ മോളോട് ഞാൻ പറഞ്ഞത്. പതിയെ പതിയെ അതിന് മാറ്റം വരണം. ആ ഒരു കാര്യത്തിന് മാത്രമല്ല, അവന്റെ സ്വഭാവം അടിമുടി മാറണം. അതിന് മോള് വിചാരിക്കണം, തനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടാവണം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കണമെന്ന് പറയാറില്ലേ? ആ നിലപാടാണ്
ഉദയന്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ എടുത്തിരുന്നത്. പക്ഷെ ഇനി അത് പോരെ മോളെ. ഒരമ്മയ്ക്ക് മകന്റെ അടുത്ത് തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട്, എന്നാ പരിമിതികളുമുണ്ട്. ഭാര്യയ്ക്കാവുമ്പോ സ്വാതന്ത്ര്യം കൂടും, പരിമിതികളും കുറയും. അങ്ങനെ ചരട് കെട്ടി നിയന്ത്രിച്ചു നിർത്താൻ നിന്നു തരുന്ന ആളാണോ? എനിക്ക് തോന്നുന്നില്ല. നിയന്ത്രണത്തിന്റെ ആ ചരട് അദൃശ്യമായിരുന്ന മതി നന്ദനെ. അങ്ങനൊരു നിയന്ത്രണം ഉണ്ടെന്ന് ഉദയന് തോന്നരുത്. എന്നാ ഉണ്ടായിരിക്കുകയും വേണം. അതൊരു ഭാര്യയ്ക്ക് മാത്രം കഴിയുന്ന കൈയടക്കമാണ്. കല്യാണപ്പിറ്റേന്ന് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നെന്ന് മോള് വിചാരിക്കുന്നുണ്ടാവും. ഒരമ്മയുടെ വിഷമമോ ഗതികേടോ ആണെന്നങ്ങ് കരുതിയാ മതി. മകന്റെ സ്വഭാവ രൂപീകരണം അതിനുവേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നന്ദനയ്ക്ക് തോന്നുന്നുണ്ടാവൂല്ലേ? ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് മനപ്രയാസം അനുഭവിച്ചിട്ടുണ്ട് കുട്ടി ഞാൻ. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഇതൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല ഞാൻ. പക്ഷെ രാവിലെ കണ്ടില്ലേ, നാടകമൊന്നും പറഞ്ഞിറങ്ങിപ്പോയിരിക്കുന്നു. ആരെങ്കിലും ഈ ദിവസം ഇങ്ങനെ ചെയ്യൂ? നന്ദനയ്ക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താന്നാ ഉദയന്റെ ഭാവം. നാടകവും കലയൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. ഒക്കെ ദൈവാനുഗ്രഹം ഉള്ളവർക്കേ കഴിയൂ. പക്ഷെ കുടുംബം അതിനപ്പുറമാവരുത് മറ്റൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവനെ ഇങ്ങനെ അഴിച്ചുവിടരുതെന്ന്. അതിന് ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിലും അമ്മേ. കേൾക്കണം. അവിടെയാ ഭാര്യയുടെ വിജയം. കുടുംബത്തെ സ്നേഹിക്കുന്ന കുട്ടിയാണ് നന്ദന. ഉദയന്നൂര് വന്നപ്പോ അത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുമാണ്. ഉദയന്നൂര് അമ്മയെപ്പോലെ നാളെ ഞാൻ അസുഖം പിടിപെട്ട് കിടപ്പിലായി പോയാ മോളെന്നെ നോക്കുമെന്നും അറിയാം. പക്ഷെ അതിലൊന്നും അമ്മയ്ക്ക് ആശങ്കയില്ല. എന്നാ ഉദയന്റെ കാര്യം അതോർത്തിട്ട് മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല മോളെ. ഞാനിനി ഇത് മറ്റാരോടാ പറയാ? ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? ഇന്നത്തെ പോലെ ഇനി നാടകത്തിന്റെ കാര്യത്തിന് ഇറങ്ങാൻ തുടങ്ങുമ്പോ വേണ്ടെന്ന് ഉദയനോട് ഒന്ന് പറയണം.